ചൊല്ലടാ ജയശ്രീറാം എന്ന് പറഞ്ഞ് ജയശ്രീറാം ചൊല്ലിക്കുന്ന ബജ്രംഗ് ദള്ളുകാരനുണ്ടല്ലോ, ആ നടപടിയുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് വേർഷനാണ് ഈ വന്ദേ മാതരം ചൊല്ലിക്കുക എന്ന് പറയുന്നത്. എന്താണോ തെരുവിൽ ബജ്രംഗ് ദളിൻ്റെ ഗുണ്ടകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതിനെ സ്ഥാപനവൽക്കരിക്കുകയാണ്, അതിനെ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യുകയാണ്, അതിനെ ലീഗലൈസ് ചെയ്യുകയാണ്. ആര് ചെയ്തിരിക്കുന്നത്? കേന്ദ്ര ഗവൺമെൻറ് ചെയ്തിരിക്കുന്നത്. അവിടെ ജയശ്രീറാമാണ് വിളിപ്പിക്കുന്നതെങ്കിൽ ഇവിടെ എന്താണ് സരസ്വതി വന്ദനവും ദുർഗാവന്ദനവും ലക്ഷ്മി വന്ദനവുമാണ് നടത്തിക്കുന്നത്. ഇതെങ്ങനെയാണ് ഒരു രാജ്യത്തിൻ്റെ പൊതുവായ ദേശീയ ഗീതമോ ഗാനമോ എന്തോ ആട്ടെ ഒരു പൊതുവായ ഒരു സിമ്പിൾ ആയി മാറുക എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. അപ്പോൾ ഇതിനകത്തുള്ള പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദേശീയതയുമായി ഇന്ത്യൻ ദേശീയതയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യനാണ് ഇതിനകത്തുള്ളത്. ഇതിൽ കോൺഗ്രസ് എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ്. ഒരു ഭാഗത്ത് ഈ സാംസ്കാരിക ഏകദാനത, സാംസ്കാരിക ദേശീയത, ഏക സംസ്കാരം എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് മുൻനിർത്തിക്കൊണ്ട് BJP ഒരു പെർട്ടിക്കുലർ വേർഷൻ ഓഫ് ദേശീയത മുന്നോട്ട് വെക്കുന്നു. കോൺഗ്രസ് നേരെ ആ വേർഷനല്ല, ദേശീയത ആ വേർഷനല്ല കോൺഗ്രസ് എടുക്കുന്നത്. കോൺഗ്രസ് എന്താണ്, നമ്മുടെ ഈ ദേശം എന്ന് പറയുന്നത് ഒരു ഡിവേഴ്സ് ലാൻഡാണ്. പല വിധത്തിലുള്ള പല ഫ്ലേവേഴ്സുള്ള, പല വിശ്വാസങ്ങളുള്ള, പല കാഴ്ചപ്പാടുകളാണ്. ഇവരെല്ലാം കോർത്തിണക്കിക്കൊണ്ട് പോകുന്ന ഒരു രാജ്യമാണ് നമ്മുടേത്. അതാണ് നമ്മുടെ ദേശീയത. ബഹുത്വമാണ് നമ്മുടെ ദേശീയതയുടെ അടിസ്ഥാനം എന്ന സങ്കല്പത്തിലാണ് കോൺഗ്രസ് അതിൻ്റെ സംഗതികൾ മുന്നോട്ട് വെക്കുന്നത്, അതിൻ്റെ രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്നത്. കോൺഗ്രസിൻ്റെ ദേശീയതാ സങ്കല്പവും BJPയുടെ ദേശീയതാ സങ്കല്പവും നമ്മൾ ഈ ഡോക്ട്രിനൽ ഡിഫറൻസ് ഉണ്ടല്ലോ, ഇത് മനസ്സിലാക്കാൻ ലേറ്റർ കോൺഗ്രസ് ലീഡർഷിപ്പിന് സാധിച്ചില്ല എന്നുള്ളതാണ്. അത് നമ്മൾ ഏതാണ് അതിൻ്റെ വലിയ ഇന്ദിരാഗാന്ധിയുടെ ലേറ്റർ സ്റ്റേജ് മുതൽ പിന്നെ രാജീവ് ഗാന്ധി അധികാരത്തിൽ വന്നത് മുതലാണ് നമ്മളത് ആ പാളിച്ചകൾ നിരന്തരമായിട്ട് കാണുന്നത്. നോക്കൂ, ആ പാളിച്ചകളിൽ നിന്നാണ് BJP ഊർജ്ജം സ്വീകരിച്ചതെന്നും BJP വളർന്നതെന്നും മനസ്സിലാക്കണം. അപ്പോൾ എന്താണ് തങ്ങൾക്ക് ചരിത്രത്തിൽ പറ്റിയ അബദ്ധം എന്ന് കോൺഗ്രസ് ഇപ്പോഴും തിരിച്ചറിയുന്നില്ല. ഇപ്പോൾ വന്ദേ മാതരവുമായി ബന്ധപ്പെട്ടൊരു ഇഷ്യൂ വരുമ്പോൾ അയ്യോ അത് മുസ്ലിങ്ങൾക്ക് കുഴപ്പമുള്ളതാണ്, അതുകൊണ്ട് നമ്മൾ പാടിയില്ല എന്ന് പറഞ്ഞാൽ അപ്പുറത്ത് പ്രശ്നമാകുമല്ലോ എന്ന ഒരു ബേജാറ്. അതുകൊണ്ടാണ് സികേഷ് പറഞ്ഞവർ ചൊല്ലേണ്ടതില്ല എന്നൊരു പൊസിഷൻ എടുക്കുന്നു. അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സിൽ നടന്ന പരിപാടിയിൽ അത് ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ സ്റ്റേജിലുള്ള ലീഡർഷിപ്പിന് അങ്കലാപ്പുണ്ടാകുന്നു. അവർ എന്തൊക്കെയോ അംഗവിക്ഷേപങ്ങൾ കാണിക്കുന്നു. അതിനുശേഷം ജയറാം രമേശ് വന്നിട്ട് പത്രപ്രസ്ഥാനം നടത്തുന്നു. അതല്ല, അങ്ങനെയൊന്നുമല്ല, അത് കസേര എടുക്കാൻ വേണ്ടി പറഞ്ഞാണ്. എന്ത് കസേര ദേശീയ ഗീതം പാടിക്കൊണ്ടിരിക്കുമ്പോഴാണ് സോണിയാഗാന്ധി കസേര എടുക്കാൻ പറയുക? എന്നാൽ അവർക്ക് ഇത്രയും സെൻസില്ലാത്ത ആളാണോ സോണിയാഗാന്ധി? ഒരു നാഷണൽ സോങ് പാടിക്കൊണ്ടിരിക്കുക കസേര എടുക്കാൻ ആംഗ്യം കാണിക്കാൻ മാത്രം വിവരം കെട്ട ആളാണോ സോണിയാഗാന്ധി? എന്ത് മടയത്തരാണ് ഈ ജയറാം രമേശ് പറയുന്നത്. ഇപ്പോൾ ജയറാം രമേശ് പറഞ്ഞത് അടിസ്ഥാനം എന്താണെന്ന് വെച്ചാൽ ഇതിലൊരു കൃത്യമായൊരു പൊസിഷൻ എടുത്ത് നിൽക്കാനുള്ള ധൈര്യമില്ലായ്കയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ധൈര്യമില്ലായ്ക വരുന്നത്? ഇതെന്തോ മുസ്ലിങ്ങളെ അപ്പീസ് ചെയ്യാം എന്നുള്ളൊരു പരിപാടിയായിട്ട് വ്യാഖ്യാനിച്ചേക്കുമോ എന്നുള്ളതാണ്. ഇത് മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട വിഷയമല്ല, ഇത് ഇന്ത്യൻ ദേശീയതയുമായി ബന്ധപ്പെട്ടുള്ള കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമാണ്. അത് മഹാത്മാഗാന്ധി എന്താണ്, ജവഹർലാൽ നെഹ്റു എന്താണ്, സുഭാഷ് ചന്ദ്രബോസും രവീന്ദ്രനാഥ് ടാഗോർ അവർ 1937 അതിൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഫൗണ്ടേഷൻ വെച്ചിട്ടുണ്ട്. അതെന്താണ്, നമ്മളൊരു നാഷണൽ സിംബൽ സ്വീകരിക്കുമ്പോൾ അത് നമ്മളുടെ നാഷനകത്തുള്ള എല്ലാവർക്കും സ്വീകാര്യമാണ്, എല്ലാവർക്കും ഒരു കൺസെൻസൻസ് ഉണ്ടാകണം. ആ കൺസെൻസൻസ് ഉള്ളൊരു സംഗതി ആയിരിക്കണം നമ്മളൊരു ദേശീയ ചിഹ്നമായി സ്വീകരിക്കേണ്ടത് എന്നുള്ളതാണ്. അത് ഏത് ദേശത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതിപ്രധാനമാണ്. ബിക്കോസ് വി ആർ ദാറ്റ് മച്ച് ഡിവേഴ്സ്. അതുകൊണ്ട് ഞങ്ങൾ ആ കാഴ്ചപ്പാടാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ദേശീയത എന്ന് പറയുമ്പോൾ, ദേശീയ ചിഹ്നങ്ങൾ എന്ന് പറയുമ്പം ഈ നമ്മുടെ ഡിവേഴ്സിറ്റിയെ, നമ്മുടെ വൈവിധ്യങ്ങളെ പ്രതിനിധീകരിക്കുന്നതായിരിക്കണം. നിങ്ങളുടെ ഈ ഏകാത്മക ദേശീയത, എന്താണ് കൾച്ചറൽ നാഷണലിസം എന്ന് പറയുന്ന, ഏക സംസ്കാര ദേശീയത എന്ന് പറയുന്ന ഏർപ്പാടിനോട് ഞങ്ങൾക്ക് വിയോജിപ്പാണ് എന്ന് ധൈര്യത്തോടെ തുറന്ന് പറഞ്ഞ് BJPയുടെ നാഷണലിസം പ്രോജക്റ്റും ഞങ്ങളുടെ നാഷണലിസം പ്രോജക്റ്റും നമ്മളെ വ്യത്യാസം എന്താണെന്ന് കൃത്യപ്പെടുത്തി പറഞ്ഞു കൊടുക്കാനുള്ള ആ ഒരു രാഷ്ട്രീയ വിദ്യാഭ്യാസത്തിൻ്റെ അഭാവമാണ് ഇന്ന് നമ്മൾ കണ്ടത്. ഈ രാഷ്ട്രീയ ധാരണ ഇല്ലായികയാണ് കോൺഗ്രസിനെ ഉപ്പുവെച്ച കലമാതിരാക്കിയെന്ന് മനസ്സിലാക്കണം. അതിലൂടെയാണ് കയറുന്നത്. ഇവരുണ്ടാക്കിയ വിടവുകളിലും വഴുക്കലുകളിലും കൂടെയാണ് BJP കയറുന്നത്. അവസാനം കോൺഗ്രസ് തിരിച്ചുവരവ് തുടങ്ങിയത് എപ്പോഴാണ്? രാഹുൽ ഗാന്ധി നേതൃത്വത്തിലേക്ക് വരികയും അദ്ദേഹം വളരെ കണിശമായും ശക്തമായും എന്താണ് കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം, ഈ വെറുപ്പിനെതിരെ, ഈ ഏകാത്മക സംസ്കാരത്തിനെതിരായിട്ടുള്ള ഇന്ത്യൻ ബഹുത്വത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് രാഷ്ട്രീയം അദ്ദേഹം സംസാരിച്ച് തുടങ്ങിയപ്പോഴാണ് ഇതൊന്ന് എഴുന്നേറ്റുന്നത്, തകർന്നു വീണ ഈ പ്രസ്ഥാനം എഴുന്നേറ്റുന്നത് മനസ്സിലാക്കും. ജയറാം രമേശിനെ പോലുള്ള ആളുകൾ മനസ്സിലാക്കണം. അപ്പോൾ അടിസ്ഥാനപരമായി ഇത് മുസ്ലിങ്ങൾക്ക് അത് വിശ്വാസപരമായ പ്രശ്നമുണ്ട്, ശരിയാണ്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ തൗഹീദ് എന്ന് പറയുന്ന മൊണോത്തിസം,
ഏകദൈവത്വം എന്ന് പറയുന്ന ഒരു കോംപ്രമൈസ് ഇല്ലാത്തൊരു ഒരു കാഴ്ചപ്പാടാണ്. മുഹമ്മദ് നബിയെ പോലും വന്ദിക്കാനോ ആരാധിക്കാനോ പറ്റില്ല ഇസ്ലാമിക വിശ്വാസം അനുസരിച്ച്. ദർ ഇസ് നോ ഗോഡ് ബട്ട് ഗോഡ് എന്നുള്ളതാണ് അടിസ്ഥാന സങ്കല്പം. ഏകനായ ദൈവമല്ലാതെ മറ്റൊന്നിൻ്റെ മുമ്പിലും വണങ്ങാൻ പറ്റില്ല. അത് ഒന്നിൻ്റെ മുമ്പിൽ, അത് മുഹമ്മദ് നബിയുടെ കാര്യത്തിൽ അങ്ങനെ തന്നെയാണ്. മുഹമ്മദ് നബി ആരാധിക്കുന്നവരല്ല മുസ്ലിങ്ങൾ. മുഹമ്മദ് നബിയെ ആരാധിക്കണം എന്ന് പറയുന്നത് ഇസ്ലാമിക വിരുദ്ധമാണ്. അപ്പോൾ അത്രയും കർക്കശമായ ഒരു മൊണോത്തിസ്റ്റിക് തിയോളജി നിലനിൽക്കുന്ന ഒരു വിഭാഗം. അവരെ സംബന്ധിച്ച് നിങ്ങൾ സരസ്വതിയെ പൂജിക്കണം, ദുർഗയെ പൂജിക്കണം, ലക്ഷ്മിയെ വിളിച്ച് പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പോൾ അവരുടെ വിശ്വാസത്തിന് പ്രശ്നമാണ്. പക്ഷെ ഇതിൽ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് നമ്മുടെ ഭരണഘടനയും കോടതിയും അംഗീകരിച്ചൊരു സംഗതിയാണ്. ഈ വിഷയത്തിൽ ഇടപെടുന്ന എല്ലാ മനുഷ്യരും ഓർത്തെടുക്കേണ്ട ഒരു കേസുണ്ട്. ബിജോയ് ഇമ്മാനുവൽ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറഞ്ഞൊരു കേസുണ്ട്. യെസ്, ബിജോയ് ഇമ്മാനുവൽ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള 1987. ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. അതെന്താ സംഭവം അറിയോ? യഹോവ വിറ്റ്നസ് എന്ന് പറഞ്ഞൊരു ക്രിസ്ത്യൻ ഗ്രൂപ്പുണ്ട്. യഹോവ വിറ്റ്നസ് എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികൾക്കിടയിൽ ഒരു മൈക്രോസ്കോപ്പിക് മൈനോറിറ്റിയാണ്. ആ വിശ്വാസധാരയിൽപ്പെട്ട 3 കുട്ടികൾ, ബിജോയ്, ബിനു, സമണൽസ്, മൂന്നാമതൊരാൾ കൂടെ, ഈ 3 കുട്ടികൾ കിടങ്ങൂർ NSS കോളേജിൽ ദേശീയഗാനം പാടുമ്പോൾ അവർ NSS സ്കൂളിൽ ദേശീയഗാനം പാടുമ്പോൾ എഴുന്നേറ്റില്ല. സ്കൂളിൽ നിന്ന് അവരെ പുറത്താക്കി. ഈ കുട്ടികൾ പിന്നെ കേരള ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതി സ്കൂളിൻ്റെ നടപടിയെ ശരിവെച്ചു. സുപ്രീം കോടതിയെ സമീപിച്ചു. സുപ്രീം കോടതി ഉത്തരവിട്ടു ഈ കുട്ടികളെ തിരിച്ചെടുക്കണം. അങ്ങനെ എല്ലാവരും പാടാൻ ഏത് വന്ദേമാതരത്തിൻ്റെ കാര്യമല്ല പറയുന്നത്, ഏത് ജനഗണമനയുടെ കാര്യത്തിലാണ് പറയുന്നത്. അതിൽ പോലും നിങ്ങൾക്ക് നിർബന്ധിക്കാൻ പാടില്ല, പാടിയില്ല എന്നതിൻ്റെ പേരിൽ പുറത്താക്കാൻ പാടില്ല. ഔട്ട് ഓഫ് റെസ്പെക്റ്റ് അവർ എഴുന്നേറ്റ് നിന്നോട്ടെ എന്ന് പറഞ്ഞു. യഹോവ സാക്ഷികൾ ഇപ്പോഴും ദേശീയഗാനം പാടാറില്ല. യഹോവ സാക്ഷികൾ പാടാറില്ല. അവർ പാടുന്നില്ല എന്നുള്ള അവരുടെ നിലപാടിനെ നമ്മുടെ സുപ്രീം കോടതി അംഗീകരിക്കുകയാണ് ചെയ്തത്. അത്രത്തോളം വൈവിധ്യങ്ങൾ അംഗീകരിക്കുന്ന ഒരു ഭരണഘടനയാണ് നമ്മുടേത്. അവരുടെ വിശ്വാസ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന തരത്തിൽ അവർക്കുമേൽ നമ്മളിത് ഇമ്പോസ് ചെയ്യാൻ പാടില്ല എന്നാണ് ബിജോയ് ഇമ്മാനുവൽ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള 1987 കേസ് പറയുന്നത്. അന്ന് എടുത്ത് വായിച്ചു നോക്കണം. ജയറാം രമേശും കോൺഗ്രസ്സുകാരെടുത്ത് വായിച്ചു നോക്കണം. അപ്പോൾ ഇതെന്തൊരു മുസ്ലിങ്ങളെ അപ്പീസ് ചെയ്യുന്നൊരു 86 ഈ മുസ്ലിങ്ങളെ അപ്പീസ് ചെയ്യുന്നതാണെന്ന് വ്യാഖ്യാനിച്ച് നമുക്ക് പ്രശ്നമുണ്ടാകും എന്നോർത്തിട്ടാണ് ഈ ഒരുതരം അമ്മായിക്കളി കോൺഗ്രസ് കളിക്കുന്നത്. കോൺഗ്രസ് കൃത്യത വരുത്തേണ്ടത് അത് മുന്നോട്ട് വെക്കുന്ന ഇന്ത്യൻ ദേശീയതം എന്നത്തെ കാഴ്ചപ്പാട് എന്താണ്, അതിൽ ക്ലാരിറ്റി ഉണ്ടായാലേ ഇതിലും ക്ലാരിറ്റി ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഈ കളി ഞാനിന്മേൽ കളി ഇനിയും തുടർന്നുകൊണ്ടിരിക്കും. കോൺഗ്രസ് ഈ ഞാനിന്മേൽ കളി കളിച്ചിട്ട് കോൺഗ്രസ്സിനുണ്ടായിട്ടുള്ള ദുരന്തങ്ങൾ എന്താണെന്നുള്ളത് ഇന്നെങ്കിലും പഠിക്കണം എന്നാണ് ഞാൻ പറയുന്നത്.